യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ വീണ്ടും ഫരിസേയരെയും നിയമജ്ഞരെയും അവരുടെ കാപട്യം നിറഞ്ഞ ജീവിതത്തെ പ്രതി കുറ്റപ്പെടുത്തുകയാണ്. ഈ കുറ്റപ്പെടുത്തലുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ഇസ്രായേലിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും അവർ നന്മയിലേക്ക് കടന്നു വരുന്നതിനും വേണ്ടിയാണ് ഒരു പ്രവാചക മനസ്സോടെ യേശുനാഥൻ അവരോട് അവർ ചെയ്യുന്ന തിന്മകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ന് യേശുനാഥൻ അവരെ വിളിക്കുന്നത് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്നാണ്. ഇസ്രായേൽക്കാർ അശുദ്ധമായ ഇടമായി കരുതിയിരുന്ന സ്ഥലങ്ങളാണ് ഈ കുഴിമാടങ്ങൾ. അതുകൊണ്ട് ആരും അവിടെ സ്പർശിക്കുകയോ ആ വഴി പോകുകയോ ചെയ്ത് തങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കുന്നതിന് വേണ്ടി ആ ഇടങ്ങളിലൊക്കെ അവർ വെള്ള പൂശിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇടങ്ങൾ കാണുമ്പോൾ വഴിമാറി പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ യേശുനാഥൻ പറയുകയാണ് നിങ്ങൾ അതുപോലെയുള്ള കുഴിമാടങ്ങളാണ്. അതായത് നിങ്ങൾ കാണാൻ വെള്ള അടിച്ച അല്ലെങ്കിൽ വെള്ള നിറത്തിലാണെങ്കിലും വിശുദ്ധിയുടെ നിറത്തിലാണെങ്കിലും ഉള്ളിൽ മുഴുവനും തിന്മയും വഞ്ചനയും എന്നാണ് യേശുനാഥൻ പറയുന്നത്. അതായത് ഈ ശവകുടീരങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്നത് അഴുകിയ മനുഷ്യൻ്റെ മാംസവും അവൻ്റെ എല്ലുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഉള്ളും അഴുകിയതാണ്, നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അതിന് കാരണം അവർ കാപട്യം നിറഞ്ഞ ജീവിതമായിരുന്നു. അതായത് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ മറ്റു മനുഷ്യരെ കുറ്റപ്പെടുത്തുകയും തങ്ങളെ തന്നെ നീതീകരിക്കുകയും ചെയ്തിരുന്നവരാണ്. അവർ പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലില്ല, അവരെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർ പറഞ്ഞത് കേട്ടിരുന്നേനെന്ന്. ഇത് പറയുന്ന മനുഷ്യരെ ഒന്ന് ആലോചിക്കണം. ക്രിസ്തുനാഥനെ കേൾക്കാതെ അവനെതിരെ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതായത് അവരുടെ കാലഘട്ടത്തിൽ എക്കാലത്തെയും ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിട്ടാണ് യേശുനാഥൻ വന്നത്. അവിടുന്ന് ദൈവമാണെങ്കിലും ഒരു പ്രവാചകന് തുല്യ സ്നേഹത്തോടു കൂടിയാണ് ഇവരെ തിരുത്താൻ ശ്രമിച്ചത്. പക്ഷേ ആ പ്രവാചകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാതെയാണ് ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊന്ന കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അവരെ സ്വീകരിച്ചിരുന്നു. അതായത് പഴയ തലമുറയെ കുറ്റപ്പെടുത്തുകയും എന്നാൽ ഈ തലമുറ ഈ കുറ്റം ആവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് സ്വയം നല്ലവരാണെന്ന് അവർ തങ്ങളെ തന്നെ മറ്റു മനുഷ്യർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കപടതകൾക്കെതിരെയാണ് യേശുനാഥൻ അവരോട് കലഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ദുഷിച്ച സ്വഭാവം മാറ്റി നിങ്ങളും നല്ല നന്മയിലേക്ക് തിരിച്ചു വരണമെന്ന് യേശുനാഥൻ ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. നമ്മളും ഈ പഴയ ആളുകളെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ കുറ്റപ്പെടുത്തുകയും അതേ കുറ്റം ആവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.